അല്ലപ്പോ ഇതാര് താടിയും മീശലും മടിച്ച് മൊഞ്ചനായല്ലോ. ആ അത് പിന്നെ കുറെ കാലം താടി വെക്കൂ, കുറെ കാലം താടി വെക്കാണ്ട് കിടക്കൂ. ശരി, അങ്ങനെ ശീലായി പോയി. നല്ലപ്പോ വേറെന്തെല്ലാം സുഖം തന്നെയോ? അങ്ങനെ പോന്ന്. നിങ്ങളല്ലേ രാവിലെ ബസ്സിന്റെ ബാക്കിൽ ഏണിപ്പടിയെല്ലാം പിടിച്ച് തൂങ്ങിട്ട് വരുന്ന നിങ്ങള്, ഉള്ളില് സ്ഥലമില്ലേ? ഇതിനാ ബസ്സിൻ്റെ ഉള്ളിൽ കയറ്റി പെണ്ണുങ്ങളെ തട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ പിള്ളേർ വീഡിയോ എടുത്ത് ഇതൊന്നും വയസ്സായ കാലത്ത് കേൾക്കാൻ പറ്റൂല. അതുകൊണ്ട് ഏറ്റവും നല്ലത് ബസ്സിൻ്റെ ബാക്കിൽ ഏണി പിടിച്ച് വരുന്നത്. അതുകൊണ്ട് എന്താണെന്ന് ഞാൻ കണ്ടിട്ടൊക്കെ പരിശീലനം കൊടുത്തിട്ട് ബസ്സിൻ്റെ ബാക്കിൽ ഏണിയും പിടിച്ച് തൂങ്ങിയിട്ട് ഇങ്ങോട്ട് പോകുന്നു. അതാകുമ്പോൾ ഒരു കച്ചറിയില്ല, ആരും ഒന്ന് കേൾക്കും വേണ്ട. ഇതൊന്നും നമ്മളെ കയ്യിലല്ലല്ലോ. ഇനിയിപ്പം നോക്കിയിട്ട് ഗവൺമെൻറ്റും ആൾക്കാരിലും നിയമപാലകന്മാരിലും നോക്കിയിട്ട് എന്നാ വെച്ചാൽ ചെയ്തിട്ട്. പിന്നെ മാത്രമല്ല, ഇതുപോലെ ഒരാളൊരു മോശത്തരം കാണിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കിട്ടാനുള്ള നീതിയാണ് നഷ്ടപ്പെട്ടു പോകും. ഇതെല്ലാം സംഭവം. നാടിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോകുമ്പോഴല്ലോ. നമുക്കിപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയാൻ കഴിയില്ല. ഒരു കാര്യം ചെയ്തോ, ഇപ്പം ബസ് തൂങ്ങി വന്ന പോലെ തന്നെ തൽക്കാലം കുറച്ച് കാലങ്ങൾ ഇങ്ങനെ നടക്കട്ടെ കേട്ടാ. അതെ അതെ, ഇനിയിപ്പോൾ അതേ മാർഗമുള്ളൂ. കാരണം വെച്ചാൽ ബസ്സിൻ്റെ ബാഗ് തൂക്കി പിടിച്ചാൽ ആരും ഒന്നുമില്ല, ഒരു ശല്യമില്ല. അല്ല പിന്നെ പെട്ടെന്ന് ഒരു വണ്ടി വാങ്ങിച്ചിട്ട്, ഒരു ചെറിയ 2 വീലർ വാങ്ങിച്ചിട്ട് നമുക്ക് അതിൽ പോകണം. ആകുമ്പോൾ ആരും മേക്ക് തട്ടിയോ അതെ അതെ ആരും കൊണ്ട് കുത്താണ്ടെന്ന് വയ്യല്ലോ. അത് നോക്കിയാൽ മതി നമ്മള്. എന്നാലും പറഞ്ഞ പോലെ നാട്ടിലെ പ്രശ്നങ്ങൾ മാറും, എല്ലാം ശരിയാവുമായിരിക്കും എന്ന് വിചാരിക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ശരിയാണല്ലോ.